സ്വാഗതം. വലിയ കമ്പനികളുടെ സാമ്പത്തിക റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇപ്പോൾ റിലയൻസ് പോലെയോ ടാറ്റ പോലെയോ ഉള്ള ഗ്രൂപ്പുകൾ അവരുടെ കണക്കുകൾ എങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉം, ഒറ്റ കമ്പനിയായിട്ടാണോ അതോ ഒരുപാട് ചെറിയ കമ്പനികളായിട്ടാണോ അവരുടെ സാമ്പത്തിക നില നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച അത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നതിനെക്കുറിച്ചാണ്. ആ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മളിന്ന് നോക്കുന്നത് ഒരു അക്കൗണ്ടിംഗ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 18-ലെ ചില ആശയങ്ങളാണ്. ഒരു പാരന്റ് കമ്പനി, അതിന്റെ കീഴിലുള്ള സബ്സിഡിയറി കമ്പനികൾ, ഇവരെല്ലാം ചേർന്ന ഒരു ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക ചിത്രം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇതിൽ പറയുന്നത്, അല്ലേ? അതെ അതെ. ഇതിന്റെ പിന്നിലെ എന്താ പറയാ ലോജിക്, പിന്നെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഗുഡ്വിൽ, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NCI, പിന്നെ ഗ്രൂപ്പിനുള്ളിലെ ഇടപാടുകൾ എന്തിനാണ് ഒഴിവാക്കുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഉം, ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡായി തോന്നാം, എന്നാലും ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ശരിക്കുള്ളൊരു ശക്തിയും വലുപ്പവും മനസ്സിലാക്കാൻ ഇത് കൂടിയേ തീരൂ. തീർച്ചയായും. പലപ്പോഴും നമ്മൾ പാരന്റ് കമ്പനിയുടെ മാത്രം കണക്കുകൾ നോക്കും. പക്ഷെ അതൊരു എന്താ പറയാ ഒരു പൂർണ്ണ ചിത്രമല്ല. അല്ല. ഈ കൺസോളിഡേഷൻ, അതായത് ഏകീകരണം, എന്തിനാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, നിയമപരമായി നോക്കുമ്പോൾ പാരന്റും സബ്സിഡിയറികളും വേറെ വേറെ കമ്പനികളാണ്. ശരിയാണ്. പക്ഷെ സാമ്പത്തികമായി നോക്കുമ്പോൾ അവയെല്ലാം ഒരൊറ്റ കൺട്രോളിന് കീഴിലാണ്, ഒരു യൂണിറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ അപ്പോ ആ ഒരൊറ്റ യൂണിറ്റിന്റെ സാമ്പത്തിക നിലയും അതിന്റെ പ്രകടനവും അതാണ് ഈ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബേസിക് ഐഡിയ ഗ്രൂപ്പിനെ ഒന്നായി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇത് കൃത്യമായി എന്താണ് ചെയ്യുന്നത്? പാരന്റിന്റെയും സബ്സിഡിയറികളുടെയും അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ബാലൻസ് ഷീറ്റ് പോലെ കാണിക്കുകയാണോ? അതെ, ലളിതമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. പക്ഷേ വെറുതെ എടുത്തു കൂട്ടുകയല്ല കേട്ടോ. അതിലൊരു പ്രധാന തത്വമുണ്ട്. ഗ്രൂപ്പിനെ ഒരൊറ്റ സാമ്പത്തിക യൂണിറ്റ്, ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി ആയിട്ട് പരിഗണിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബത്തിന്റെ മൊത്തം വരുമാനം കണക്കാക്കുന്നത് പോലെ അച്ഛന്റെ വരുമാനം, അമ്മയുടെ വരുമാനം അതൊക്കെ കൂട്ടും. പക്ഷെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത പോക്കറ്റ് മണി നമ്മൾ വീണ്ടും വരുമാനമായി കൂട്ടില്ലല്ലോ. ഇല്ല ഇല്ല, അത് ശരിയാണ്. അതുപോലെ തന്നെ പാരന്റ് കമ്പനി സബ്സിഡിയറിക്കൊരു ലോൺ കൊടുത്തു, അല്ലെങ്കിൽ സബ്സിഡിയറി പാരന്റിന് കുറച്ച് പണം തരാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസീവബിൾസ്, പേയബിൾസ്, അതൊക്കെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒഴിവാക്കും. ഇൻട്രാ ഗ്രൂപ്പ് ഐറ്റംസ്. അതെ. കാരണം എന്താന്ന് വെച്ചാല്, ഗ്രൂപ്പിന് പുറത്തുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ അതുമാത്രമേ ഗ്രൂപ്പിന്റെ യഥാർത്ഥ സാമ്പത്തിക നിലയെ ബാധിക്കുന്നുള്ളൂ. ശരിയാണ്, അത് ലോജിക്കലാണ്. അപ്പോൾ ഈ ഒഴിവാക്കൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കൊരു സിമ്പിൾ സിറ്റുവേഷൻ എടുക്കാം. ഒരു പാരന്റ് കമ്പനി P ഒരു സബ്സിഡിയറി Sനെ ഫുള്ളി, അതായത് 100% ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കണക്കുകൾ എങ്ങനെ ഒന്നിക്കും? അവിടെ ഒരു പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. പാരന്റ് കമ്പനിയുടെ ബുക്സിൽ നോക്കിയാൽ അവർ സബ്സിഡിയറിയിൽ നടത്തിയ നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടാകും. അതേസമയം സബ്സിഡിയറിയുടെ ബുക്സിൽ അവരുടെ ഷെയർ ക്യാപിറ്റലും പിന്നെ റിസർവുകളും ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറയില്ലേ, അതിന്റെ ഭാഗങ്ങൾ. ഇതിനെ മൊത്തത്തിൽ നമ്മൾ നെറ്റ് അസറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, നെറ്റ് അസറ്റ്സ്. അപ്പോ കൺസോളിഡേഷൻ ചെയ്യുമ്പോൾ ഈ പേരന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും സബ്സിഡിയറിയുടെ ഈ നെറ്റ് അസറ്റ്സും തമ്മിൽ എന്താ പറയാ ക്യാൻസൽ ചെയ്യും, തട്ടിക്കിഴിക്കും. ഓഹോ, ക്യാൻസൽ ചെയ്യും. എന്തുകൊണ്ട്? കാരണം രണ്ടും ശരിക്കും ഒരേ കാര്യത്തെയാണ് കാണിക്കുന്നത്, പേരന്റിന് സബ്സിഡിയറിയിലുള്ള ആ ഉടമസ്ഥാവകാശത്തെ. ശരി ശരി. അപ്പോൾ ആ ക്യാൻസലേഷന് ശേഷം കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് പിന്നെ കാണിക്കുക? പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വരും. ഒന്ന്, ഗ്രൂപ്പിന്റെ മൊത്തം അസറ്റ്സും ലയബിലിറ്റീസും, അതായത് Pയുടെയും Sന്റെയും അസറ്റ്സും ലയബിലിറ്റീസും കൂട്ടിയിട്ടുള്ളത്. പക്ഷേ അവര് തമ്മിലുള്ള ഇടപാടുകൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതെ, അത് ഒഴിവാക്കിയിട്ടുണ്ടാകും. 2, ഗ്രൂപ്പിന്റെ ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് എപ്പോഴും പാരന്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രമായിരിക്കും. ഓ, സബ്സിഡിയറിയുടേത് കാണില്ലേ? ഇല്ല, സബ്സിഡിയറിയുടെ ഷെയർ ക്യാപിറ്റൽ ഇതിൽ വരില്ല. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ പാരന്റിന്റെ ഇൻവെസ്റ്റ്മെന്റുമായി ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അതായത് ഗ്രൂപ്പിന്റെ മൊത്തം സഞ്ചിത ലാഭം.
ഗ്രൂപ്പ് ലാഭം. അതെ, ഇതില് പാരന്റ് കമ്പനിയുടെ സ്വന്തം ലാഭമുണ്ടാകും, അതോടൊപ്പം സബ്സിഡിയറി അക്വയർ ചെയ്തതിനു ശേഷമുള്ള ആ പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലെ ലാഭത്തിൽ പാരന്റിനുള്ള ഷെയറും ഇതിൽ വരും. ഇത് കേൾക്കുമ്പോൾ ഒരുവിധം പിടികിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ ചില സ്റ്റാൻഡേർഡ് വർക്കിംഗ്സ്, അതായത് ചില കണക്കുകൂട്ടൽ സ്റ്റെപ്പുകളുണ്ടെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടല്ലോ. W1 തൊട്ട് W5 വരെ. ആ ഉണ്ട്. അതിലൂടെ ഒന്ന് പെട്ടെന്ന് പോകാമോ? ഒരുപക്ഷെ അവിടെയായിരിക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ടെക്നിക്കലാകുന്നത്. അതെ, ഈ വർക്കിംഗ്സ് കാര്യങ്ങൾ ഒരു ഓർഡറിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് W1 ഗ്രൂപ്പ് സ്ട്രക്ചർ. ഗ്രൂപ്പ് സ്ട്രക്ചർ. ഇത് വളരെ സിമ്പിളാണ്. പാരന്റ് എപ്പോഴാണ് സബ്സിഡിയറിയെ വാങ്ങിയത്, ഡേറ്റ് ഓഫ് അക്വിസിഷൻ, പിന്നെ എത്ര ശതമാനം ഷെയർ വാങ്ങി, പെർസെന്റേജ് ഓണർഷിപ്പ്. ഈ ഡേറ്റ് എന്തിനാണെന്ന് വെച്ചാൽ അന്നു മുതലുള്ള സബ്സിഡിയറിയുടെ ലാഭമേ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതുള്ളൂ. ശരി. രണ്ടാമത്തെ വർക്കിംഗ് W2 സബ്സിഡിയറിയുടെ നെറ്റ് അസെറ്റ്സ്. നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡിയറി. ഇവിടെ നമ്മൾ സബ്സിഡിയറിയുടെ നെറ്റ് അസെറ്റ്സ്, അതായത് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്സ്, മറ്റു റിസർവുകളൊക്കെ രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളിൽ കണ്ടുപിടിക്കും. ഒന്ന് അക്വയർ ചെയ്ത ഡേറ്റിൽ, അറ്റ് അക്വിസിഷൻ. പിന്നെ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഡേറ്റിൽ, അറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഓക്കെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പോസ്റ്റ് അക്വിസിഷൻ ലാഭം അല്ലെങ്കിൽ നഷ്ടം, ഏറ്റെടുക്കലിന് ശേഷമുള്ളത്. ഈ കണക്ക് താഴെ വരുന്ന വർക്കിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് W3 ഗുഡ്വിൽ. ഗുഡ്വിൽ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. എന്താണ് ശരിക്കും ഈ ഗുഡ്വിൽ? ഈ കമ്പനിയുടെ സൽപ്പേര്, ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറയുന്നതാണോ? ഇതെങ്ങനെയാ കണക്കിൽ വരുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. നമ്മൾ ഒരു സബ്സിഡിയറിയെ വാങ്ങുമ്പോൾ അതിന്റെ അസറ്റ്സിന് ഒരു വില ഉണ്ടാകുമല്ലോ. ബുക്കിലുള്ള വിലയല്ല, നമ്മൾ പിന്നീട് സംസാരിക്കും ഫെയർ വാല്യൂ അഥവാ ന്യായവില. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുത്ത വില, അതായത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ നെറ്റ് അസറ്റ്സിന്റെ ഫെയർ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ, അധികം കൊടുത്ത തുക, നമ്മൾ പ്രത്യേകം കാണിക്കാത്ത പക്ഷെ ഭാവിയിൽ ലാഭമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്, ഒരു നല്ല ടീം ഉണ്ടാവാം, നല്ല കസ്റ്റമർ ബേസ് ഉണ്ടാവാം, അതിൻ്റെയൊക്കെ ഒരു മൂല്യം. IFRS 3 എന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇതിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുഡ്വിലൊരു അസറ്റായിട്ട് കാണിക്കോ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ? ഇതിന് പിന്നെ വല്ല മാറ്റവും വരുമ്പോൾ? നല്ല ചോദ്യം. പോസിറ്റീവ് ഗുഡ്വിൽ ആണെങ്കിൽ, അതായത് നമ്മൾ കൂടുതൽ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിക്കും. ഓക്കെ. പക്ഷേ അവിടെ തീരുന്നില്ല. ഇത് എല്ലാ വർഷവും ഇമ്പയർമെന്റ് ടെസ്റ്റ് ചെയ്യണം. ഇമ്പയർമെന്റ്? അതെ, ഇമ്പയർമെന്റ്. അതായത് ഈ ഗുഡ്വില്ലിന് നമ്മൾ കണക്കാക്കിയ മൂല്യം ഇപ്പോഴുമുണ്ടോ അതോ കുറഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം നമ്മൾ വിചാരിച്ചത്ര നേട്ടം ആ സബ്സിഡിയറിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലോ? ശരിയാണ്. അങ്ങനെ മൂല്യം കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടാൽ ആ കുറഞ്ഞ തുക ഒരു നഷ്ടമായിട്ട് ലാഭനഷ്ട കണക്കിൽ കാണിക്കണം. ഓഹോ. ഇനി ചിലപ്പോ നമ്മൾ കൊടുത്ത വില നെറ്റ് അസറ്റ്സിന്റെ ഫെയർ വാല്യൂവിനേക്കാൾ കുറവാണെന്ന് കരുതുക. കുറവോ? അങ്ങനെ സംഭവിക്കാം. അതിനെ നെഗറ്റീവ് ഗുഡ്വിൽ എന്ന് പറയും, അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് എന്നും പറയും. ഒരു വിലപേശി വാങ്ങിയതുപോലെ. കൊള്ളാം. അതൊരു ലാഭമാണ്. ആ ലാഭം നേരെ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സിലേക്ക് W5-ൽ പോകും. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അടുത്ത വർക്കിംഗ് W4 നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, NCI. NCI. ഇതെപ്പോഴാ വരുന്നത്? പേരന്റ് കമ്പനി 100% ഷെയറും വാങ്ങിയില്ലെങ്കിൽ അല്ലേ? ഒരു 80% ഒക്കെ വാങ്ങിയാൽ? അതെ, കൃത്യം. പാരന്റ് 80% വാങ്ങിയാൽ ബാക്കി 20 ഷെയർ ഹോൾഡേഴ്സ് പുറത്തുണ്ടല്ലോ. ഉണ്ട്. അവർക്ക് സബ്സിഡിയറിയുടെ നെറ്റ് അസറ്റ്സിൽ ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് NCI എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ലയബിലിറ്റി ആയിട്ടാണോ കാണിക്കുക? അല്ല, അതൊരു കൺഫ്യൂഷൻ വരാം. NCIയെ നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിലെ ഇക്വിറ്റിയുടെ ഭാഗമായിട്ടാണ് കാണിക്കുക. ഇക്വിറ്റിയിലോ? അതെ, കാരണം അവരും ഗ്രൂപ്പ് എൻറ്റിറ്റിയുടെ ഭാഗമായ സബ്സിഡിയറിയുടെ ഉടമകൾ തന്നെയാണല്ലോ. ശരിയാണ്. അപ്പോ അക്വിസിഷൻ ഡേറ്റിലെ അവരുടെ ഷെയറും അതിനുശേഷമുള്ള പോസ്റ്റ് അക്വിസിഷൻ ലാഭത്തിലെ അവരുടെ പങ്കും ചേർത്താണ് NCI കണക്കാക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ഇനി അവസാനത്തെ വർക്കിംഗ് W5 ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഗ്രൂപ്പിന്റെ മൊത്തം ലാഭം പാരന്റിന് അവകാശപ്പെട്ടതല്ലേ? അതെ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പാരന്റിന്റെ സ്വന്തം റീറ്റെയിൻഡ് ഏർണിംഗ്സ് എടുക്കും.
ഉം. എന്നിട്ട് അതിനോട് സബ്സിഡിയറിയുടെ പോസ്റ്റ് അക്വിസിഷൻ ലാഭത്തിൽ പാരന്റിനുള്ള ഷെയർ കൂട്ടും. ഉം. ഈ പോസ്റ്റ് അക്വിസിഷൻ ലാഭം നമുക്ക് W2-ൽ നിന്ന് കിട്ടും. ഉം. ഇതിൽ നിന്ന് വല്ല ഗുഡ്വിൽ ഇമ്പയർമെന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കും. നേരത്തെ പറഞ്ഞ ബാർഗെയിൻ പർച്ചേസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൂട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഗ്രൂപ്പിന്റെ നെറ്റ് പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ 5 വർക്കിംഗ്സ് കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ സെറ്റായി. ഇനി നേരത്തെ സൂചിപ്പിച്ച ഫെയർ വാല്യൂ, ന്യായവില. എന്തിനാണ് നമ്മൾ സബ്സിഡിയറിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ബുക്കിലുള്ള വിലയെടുക്കാതെ ഈ ഫെയർ വാല്യൂ ഉപയോഗിക്കുന്നത്? അത് എന്താ പറയാ, കണക്കുകൂട്ടലുകൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കില്ലേ? ആക്കും, കുറച്ച് കോംപ്ലിക്കേഷൻ കൂടും. പക്ഷെ അത് വേണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രൂപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. ശരി. അപ്പോൾ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സബ്സിഡിയറിയെ വാങ്ങുമ്പോൾ അതിന്റെ അസറ്റ്സിന് അവർ കൊടുക്കുന്ന ഒരു യഥാർത്ഥ വാല്യൂ ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ ആ അസറ്റ് അന്നേരം മാർക്കറ്റിൽ വിറ്റാൽ കിട്ടുന്ന വില, അതാണ് പ്രധാനം. സബ്സിഡിയറിയുടെ പഴയ ബുക്കിലെ വിലയല്ല. ഒരു ഉദാഹരണം പറയാം. സബ്സിഡിയറിയുടെ കയ്യില് 10 കൊല്ലം മുൻപ് വാങ്ങിയ ഒരു ലാൻഡ് ഉണ്ട്. അതിന്റെ ബുക്ക് വാല്യൂ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് ഫെയർ വാല്യൂ, ഭയങ്കര കൂടുതലായിരിക്കാം. പാരന്റ് കമ്പനി ഈ കൂടിയ വില കൂടി കണക്കിലെടുത്താണ് സബ്സിഡിയറിക്ക് ഒരു വിലയിടുന്നത്. അപ്പോൾ ആ യഥാർത്ഥ മൂല്യം കൺസോളിഡേറ്റഡ് അക്കൗണ്ടിൽ വരണം. IFRS 13 എന്ന സ്റ്റാൻഡേർഡ് ഫെയർ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഒരു ഓർഡറി ട്രാൻസാക്ഷനിൽ ഒരു അസറ്റ് വിൽക്കാനോ ഒരു ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാനോ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് തമ്മിൽ കിട്ടുന്ന വില എന്നാണ്. ഓക്കെ. അപ്പോൾ ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് പിന്നീട് എവിടെയൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? പ്രധാനമായും 2 സ്ഥലത്ത്. ഒന്ന്, ഇത് സബ്സിഡിയറിയുടെ നെറ്റ് അസറ്റ്സിനെ മാറ്റും W2-ൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുഡ്വില്ലിനെയും W3, NCIയെയും W4നെ ബാധിക്കും. ശരി. 2, ഒരു അസറ്റിന്റെ വാല്യൂ ഫെയർ വാല്യൂ കാരണം കൂടിയാൽ അതിന്റെ മുകളിലുള്ള ഡിപ്രീസിയേഷനും കൂടും. ലോജിക്കൽ. ഈ അധിക ഡിപ്രീസിയേഷൻ പിന്നീട് സബ്സിഡിയറിയുടെ ലാഭത്തിൽ നിന്ന് കുറയ്ക്കണം. ഇത് ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സിനെയും W4നെ വീണ്ടും ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അസറ്റിന്റെ യഥാർത്ഥ മൂല്യം കാണിക്കുമ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് ഈ മാറ്റങ്ങൾ. ഇനി കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിക്ഷേപത്തിന്റെ ചെലവ്. ഇതെപ്പോഴും ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് മാത്രമാകണമെന്നില്ലല്ലോ. ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ ഷെയറുകൾ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ തരാമെന്ന് പറയാം. അങ്ങനെയൊക്കെ ഇല്ലേ? തീർച്ചയായും. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തത് മാത്രമല്ല. ചിലപ്പോൾ ഭാവിയിൽ ഒരു ഡേറ്റിൽ തരാമെന്ന് പറയുന്ന എമൗണ്ട് ഉണ്ടാകാം. ഡിഫേർഡ് കൺസിഡറേഷൻ. അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രം ഭാവിയിൽ കൊടുക്കേണ്ടി വരുന്ന തുക കണ്ടിൻജന്റ് കൺസിഡറേഷൻ. അതുമല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ സ്വന്തം ഷെയറുകൾ സബ്സിഡിയറിയുടെ ഓണേഴ്സിന് കൊടുക്കുന്നത് ഷെയർ എക്സ്ചേഞ്ച്. ഇതൊക്കെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാണ്. ഇവയെല്ലാം അക്വിസിഷൻ ഡേറ്റിലുള്ള അതിന്റെ ഫെയർ വാല്യൂവിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ഈ ഡിഫേർഡ് കൺസിഡറേഷൻ, അതായത് ഭാവിയിൽ കൊടുക്കാനുള്ള പൈസ, അതെങ്ങനെയാ കണക്കിലെടുക്കുന്നത്? അത് ഫ്യൂച്ചറിലെ എമൗണ്ട് അല്ലേ? അതെ. പക്ഷെ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്നത്തെ വാല്യൂ, പ്രസന്റ് വാല്യൂ ആണ് എടുക്കുന്നത്. പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ട് ചെയ്തിട്ടോ? അതെ. ടൈം വാല്യൂ ഓഫ് മണി പരിഗണിച്ച് ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് അതിനെ ഇന്നത്തെ വിലയിലേക്ക് മാറ്റും. എന്നിട്ട് പണം കൊടുക്കേണ്ട ഡേറ്റ് അടുത്തേക്ക് വരുമ്പോൾ ഈ ഡിസ്കൗണ്ട് കുറഞ്ഞു വരും. അതിനെ അൺവൈൻഡിംഗ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയും. അതൊരു ഫിനാൻസ് കോസ്റ്റായിട്ട് ലാഭനഷ്ട കണക്കിൽ വരും. ഷെയർ എക്സ്ചേഞ്ച് ആണെങ്കിൽ അക്വിസിഷൻ ഡേറ്റിലെ പാരന്റ് കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് വിലയാണ് എടുക്കേണ്ടത്. ഒരു പ്രധാന കാര്യം ഓർക്കണം. ഈ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചെലവുകളുണ്ട്. ലീഗൽ ഫീസ്, അക്കൗണ്ടിംഗ് ഫീസ് ഉണ്ടാവും. അതൊന്നും ഈ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ കൂട്ടാൻ പാടില്ല. അതെല്ലാം ആ വർഷത്തെ ലാഭനഷ്ട കണക്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അടുത്തത് ഇൻട്രാ ഗ്രൂപ്പ് ട്രേഡിംഗ്. ഗ്രൂപ്പിനുള്ളിലെ കമ്പനികൾ തമ്മിലുള്ള കച്ചവടം. പാരന്റും സബ്സിഡിയറിയും തമ്മിലോ 2 സബ്സിഡിയറികൾ തമ്മിലോ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തു ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒഴിവാക്കണമല്ലോ, അല്ലേ? അതെ, ഒഴിവാക്കണം. കാരണം ഗ്രൂപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു വിൽപ്പനയല്ല, വെറും ഒരു കൈമാറ്റം. സാധനം ഗ്രൂപ്പിന് പുറത്തുപോയിട്ടില്ല. അതുകൊണ്ട് ഇതിലൂടെ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, അതുപോലെ പരസ്പരം കൊടുക്കാനും കിട്ടാനുമുള്ള പൈസ, ഇതൊക്കെ കൺസോളിഡേറ്റഡ് കണക്കുകളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇതിലെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താണ്?
ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് PUP എന്ന് പറയുന്നതാണോ? ഗ്രൂപ്പിനുള്ളിൽ വിറ്റുകിട്ടിയ ലാഭം യഥാർത്ഥ ലാഭമല്ല എന്ന് പറയുന്നത്. അതെ, അതാണ് ഏറ്റവും പ്രധാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പാരന്റ് കമ്പനി 10 രൂപ വിലയുള്ള ഒരു സാധനം 12 രൂപയ്ക്ക് സബ്സിഡിയറിക്ക് വിറ്റു. വർഷാവസാനം നോക്കുമ്പോൾ സബ്സിഡിയറി അത് വിറ്റിട്ടില്ല, അവരുടെ സ്റ്റോക്കിലിരിക്കുന്നു. ഓക്കെ. പാരന്റ് കമ്പനി അവരുടെ കണക്കിൽ ഒരു 2 രൂപ ലാഭം കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഗ്രൂപ്പ് മൊത്തത്തിൽ നോക്കിയാൽ ആ സാധനം ഇപ്പോഴും ഗ്രൂപ്പിന്റെ കയ്യിൽ തന്നെയുണ്ട്, പുറത്തുള്ള ഒരാൾക്ക് വിറ്റിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ 2 രൂപ ലാഭം റിയലൈസ്ഡ് അല്ല, അത് അൺറിയലൈസ്ഡ് ആണ്. ഈ 2 രൂപ ലാഭം കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കണം. അതെങ്ങനെ ഒഴിവാക്കുന്നത്? സ്റ്റോക്കിന്റെ വാല്യൂ കുറയ്ക്കുമോ? അതെ, സ്റ്റോക്കിലുള്ള ആ സാധനത്തിന്റെ വാല്യൂ 2 രൂപ കുറയ്ക്കണം. 12 രൂപയിൽ നിന്ന് 10 രൂപയാക്കണം. അതോടൊപ്പം ആരാണോ വിറ്റത്, ഈ ഉദാഹരണത്തിൽ പാരന്റ് ആണല്ലോ, അവരുടെ ലാഭത്തിൽ നിന്നും ഈ 2 രൂപ കുറയ്ക്കണം. ഓക്കെ. പാരന്റ് ആണ് വിറ്റതെങ്കിൽ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ നിന്നാണ് കുറയുക. ഇനി സബ്സിഡിയറിയാണ് വിറ്റതെങ്കിൽ അവരുടെ ലാഭം കുറയും W2-ൽ. അപ്പോ അത് NCIയെയും ബാധിക്കും. ശരി. ഇതുപോലെ തന്നെ ഗ്രൂപ്പിനുള്ളിൽ ഒരു നോൺ കറന്റ് അസറ്റ്, ഒരു മെഷീനറിയോ മറ്റു വിൽക്കുമ്പോഴും ഈ PUP ഉണ്ടാകാം. അതും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. അസറ്റിന്റെ വില കുറയ്ക്കണം, ലാഭം കുറയ്ക്കണം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അധിക ഡിപ്രിസിയേഷനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ ഈ റിസീവബിൾസ് പേയബിൾസ്, അതും പാരന്റിന് സബ്സിഡിയറിയിൽ നിന്ന് കിട്ടാനുള്ളതും സബ്സിഡിയറിക്ക് പാരന്റിന് കൊടുക്കാനുള്ളതും ഒരേ എമൗണ്ട് ആയിരിക്കുമല്ലോ. അത് രണ്ടും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കണം. ചിലപ്പോ വർഷാവസാനം പണമോ സാധനങ്ങളോ അയച്ചത് മറ്റേ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടിവരും. ശരി. ഇനിയിപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ചാണ് ഒരു സബ്സിഡിയറിയെ വാങ്ങുന്നതെങ്കിലോ? മിഡ് ഇയർ അക്വിസിഷൻ, ഉദാഹരണത്തിന് ഡിസംബർ 31-ന് വർഷം അവസാനിക്കുന്നു, ജൂലൈ 1-നാണ് വാങ്ങിയതെങ്കിൽ ആ വർഷത്തെ സബ്സിഡിയറിയുടെ മൊത്തം ലാഭവും ഗ്രൂപ്പിൻ്റേതായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല, തീർച്ചയായും പറ്റില്ല. നമ്മൾ വാങ്ങിയ ഡേറ്റ് തൊട്ടുള്ള ലാഭം, അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അത് മാത്രമേ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതുള്ളൂ. അതെങ്ങനെ കണക്കാക്കും? സാധാരണഗതിയിൽ ഒരു സിമ്പിൾ അസംപ്ഷൻ എടുക്കും. ആ വർഷത്തെ സബ്സിഡിയറിയുടെ ലാഭം വർഷം മുഴുവൻ ഒരുപോലെയാണ് ഉണ്ടായതെന്ന് വിചാരിക്കും. എന്നിട്ട് സമയത്തിനനുസരിച്ച് വീതിക്കും, ടൈം എപ്പോർഷൻ ചെയ്യും. പ്രോറാറ്റ ബേസിസിൽ. അതെ. അപ്പോൾ ജൂലൈ 1-നാണ് വാങ്ങിയതെങ്കിൽ 6 മാസത്തെ ലാഭം 6/12 പോസ്റ്റ് അക്വിസിഷനായി എടുക്കും. ഇത് W2-വിലെ നെറ്റ് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള ലാഭം പ്രീ അക്വിസിഷൻ, അത് ഗുഡ്വിൽ കണക്കാക്കാൻ ഉപയോഗിക്കും. ശേഷമുള്ളത് പോസ്റ്റ് അക്വിസിഷൻ, അത് ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സിലേക്കും NCIയിലേക്കും പോകും. ചിലപ്പോ ഈ ടൈം അപ്പോർഷൻമെന്റ് ശരിയാവില്ല. ഉദാഹരണത്തിന് ഏറ്റെടുക്കലിന് ശേഷം വലിയൊരു ലാഭം കിട്ടുന്നൊരു ട്രാൻസാക്ഷൻ നടന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. ശരിയാണ്. ഇതുവരെ നമ്മളൊരു സബ്സിഡിയറി മാത്രമുള്ള കാര്യമാണ് കൂടുതൽ സംസാരിച്ചത്. പക്ഷേ വലിയ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് സബ്സിഡിയറികൾ കാണുമല്ലോ. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുമോ? തത്വത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ വർക്ക് കൂടും, അത്രയുള്ളൂ. ഓക്കെ. ഒന്നിലധികം സബ്സിഡിയറികൾ ഉണ്ടെങ്കിൽ, S1, S2, S3 അങ്ങനെയുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വർക്കിംഗ്സ് ഇല്ലേ, W2 നെറ്റ് അസറ്റ്സ്, W3 ഗുഡ്വിൽ, W4 NCI, ഇതൊക്കെ ഓരോ സബ്സിഡിയറിക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഓരോന്നിനും വെവ്വേറെ? അതെ, വെവ്വേറെ ചെയ്യണം. എന്നിട്ട് ഫൈനൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ സബ്സിഡിയറികളുടെയും ഗുഡ്വിൽ ഒരുമിച്ച് കൂട്ടി ഒരു ഫിഗറായി കാണിക്കും. അതുപോലെ എല്ലാ NCIകളും ഒരുമിച്ച് കൂട്ടി ഒരു ഫിഗറായി കാണിക്കും. ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് W5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും പാരന്റിന്റെ ലാഭത്തിനോട് ഓരോ സബ്സിഡിയറിയുടെയും പോസ്റ്റ് അക്വിസിഷൻ ലാഭത്തിൽ പാരന്റിനുള്ള ഷെയർ ആഡ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലെ ഇലസ്ട്രേഷൻ 2 നോക്കിയാൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആകും. കൊള്ളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ കൺസോളിഡേഷൻ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ഒന്നുകൂടി പറയാമോ? എന്തിനാണ് നമ്മൾ ഇത്രയധികം അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഗ്രൂപ്പിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അതിന്റെ പ്രകടനത്തെക്കുറിച്ചും ഏറ്റവും സത്യസന്ധവും പൂർണ്ണവുമായൊരു ചിത്രം നൽകുക എന്നതാണ്. ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതെ. ഗ്രൂപ്പിനെ ഒരൊറ്റ എക്കണോമിക് യൂണിറ്റായി കണ്ട്
അതിന്റെ യഥാർത്ഥ വലുപ്പം, ലാഭമുണ്ടാക്കാനുള്ള കഴിവ്, കടബാധ്യതകൾ ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനും കടം കൊടുത്തവർക്കും മറ്റു താൽപ്പര്യമുള്ളവർക്കും ശരിയായിട്ട് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഗുഡ്വിൽ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതിന്റെ ഇമ്പയർമെന്റ്, മൂല്യത്തകർച്ച കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അതൊരു ചാലഞ്ചാണ്. കാരണം ഈ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുന്നതിലും ഭാവിയിലെ ലാഭം പ്രെഡിക്റ്റ് ചെയ്യുന്നതിലുമൊക്കെ കുറച്ച് സബ്ജക്റ്റിവിറ്റി വരാം. അതുപോലെ NCIയെ ശരിയായി ഉൾപ്പെടുത്തുക, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് തെറ്റാതെ ചെയ്യുക, പിന്നെ ഈ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ്, പ്രത്യേകിച്ച് ആരും കാണാതെ മറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് PUP, അതൊക്കെ കണ്ടുപിടിച്ച് ഒഴിവാക്കുക. ഇതൊക്കെ നല്ല ശ്രദ്ധയും കൃത്യതയും വേണ്ട കാര്യങ്ങളാണ്. ശരിയാണ്. പക്ഷേ ഈ അറിവ് നിങ്ങൾക്കൊരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് വായിക്കുമ്പോൾ കൂടുതൽ ഒരു ഇൻസൈറ്റ് തരും. അല്ലെങ്കിൽ നിങ്ങളൊരു ഓഡിറ്ററോ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റോ ഒക്കെ ആകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പങ്കുവെക്കട്ടെ അവസാനം. ഈ അക്കൗണ്ടിംഗ് റൂൾസിനും കണക്കുകൾക്കുമൊക്കെ അപ്പുറം ഒരു കമ്പനി വേറൊരു കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ, ഒരു അക്വിസിഷൻ നടത്തുമ്പോൾ, ആ ഏറ്റെടുക്കൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാ വിലയിരുത്തുന്നത്? പാരന്റ് കമ്പനിയുടെ മാത്രം കണക്ക് നോക്കിയാൽ മതിയോ? നല്ല ചോദ്യം. അതോ ഈ കൺസോളിഡേറ്റഡ് ചിത്രം, അതായത് എത്ര ഗുഡ്വില്ലുണ്ടായി, അതിന് ഇമ്പയർമെന്റ് വരുന്നുണ്ടോ, സബ്സിഡിയറിയിൽ നിന്ന് എത്ര ലാഭം ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, ഇതൊക്കെ നോക്കുമ്പോഴാണോ ആ അക്വിസിഷൻ സ്ട്രാറ്റജിയുടെ ശരിക്കുള്ളൊരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ചിലപ്പോൾ പത്രത്തിലൊക്കെ വലിയ ആഘോഷമായിട്ട് വന്നൊരു ഡീലായിരിക്കും. പക്ഷെ കുറച്ചു വർഷം കഴിഞ്ഞ് കൺസോളിഡേറ്റഡ് അക്കൗണ്ടിൽ വലിയൊരു ഗുഡ്വിൽ ഇമ്പയർമെന്റ് കാണുന്നു. അത് ആ ഡീൽ അത്ര വിജയകരമായിരുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.